ഹായ്. ഇത് മെസ്സിക്ക് റെഡ് കാർഡ് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലൊരു ക്യാമ്പയിൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവസാനിച്ചു എന്ന് ചോദിച്ചാൽ അവസാനിക്കല്ല. അത് പല കമൻറ്റുകളായിട്ട് പലയിടത്തും വെറുതെ ഒരു നല്ലപോലെ ഫുട്ബോൾ സംസാരിക്കുന്ന പലയിടത്തും കൊടുന്ന് ഈ സാധനം ഇങ്ങനെ കൊടുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്ക് ഈ ഫുട്ബോളിനകത്തും ഒരു മഞ്ഞ പത്രങ്ങളും മഞ്ഞ സ്വഭാവങ്ങളുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ക്ലബ്ബ് ഫുട്ബോളൊക്കെ സമയത്തറിയ ഈ റൂമറുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിരന്തരം പ്രഷർ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. കോർപ്പറേറ്റ് ക്യാമ്പയിനുകൾ നടക്കുന്നൊക്കെ ഉണ്ട്. അതുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ റവന്യൂവിന് വേണ്ടിയിട്ട്, ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ ഈ ഫാൻസുകളുടെ ആവേശം അല്ലെങ്കിൽ പാഷനൊക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടും ടോക്സിക് ആയിട്ട് ഒരു ഫുട്ബോൾ ഫാൻസ് കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഘങ്ങൾ ഇതിന്റെ ബാക്കിലുണ്ട്. നമുക്കിത് ഫിഫ നിയമങ്ങൾ വെച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് റെഡ് കാർഡ് കൊടുക്കണമെങ്കിൽ ഇത് സെൻഡിങ് ഓഫ് ഒഫൻസിൽ വരുന്നു. സീരിയസ് ഫൗൾ പ്ലേ എന്നുള്ള കാറ്റഗറിയാണ് ഇത് വരുന്നുണ്ടാവുക. ഓക്കെ, സീരിയസ് ഫൗൾ പ്ലേ ആണെങ്കിൽ അതെന്താണെന്ന് ഫിഫ നിയമത്തിൽ പ്രത്യേകം വീണ്ടും പറയുന്നുണ്ട്. അതായത് ഫ്രം ദ ഫ്രണ്ട് ഓർ സൈഡ് ഓർ ബാക്ക് വിത്ത് വൺ ലെഗ് ഓർ ബോത്ത് ലെഗ് വിത്ത് എക്സസീവ് ഫോഴ്സ് ഓർ എൻഡേഞ്ചർഡ് പ്ലെയർ എന്നുള്ള സംഭവമാണ് വരുന്നത്. ഇത് ശരിക്കും മെസ്സിയും ഒരു പ്ലെയറും വളരെ ക്ലോസ് ആയിട്ടുള്ള പ്ലെയേഴ്സ്, അകലെ നിന്നുള്ള ഒരു എക്സസീവ് ഫോഴ്സിൻ്റെ അകത്തില്ല, രണ്ടുപേര് ക്ലോസ് ആയിട്ട് കളിക്കുന്നു. ആദ്യം മെസ്സിയുടെ കാൽമുട്ട് അയാളെ ബാക്കിൽ കുറിച്ച് ഇടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോൺടാക്ട് കഴിഞ്ഞു. പിന്നെ അയാൾ ജസ്റ്റ് വീഴാൻ പോകുന്നു, അൾജീരിയൻ പ്ലെയർ വീഴാൻ പോകുന്നു. ആ സമയത്ത് മെസ്സി കാല് പോടുക്കുന്ന സമയത്ത് അവിടെ തട്ടുന്നു. അപ്പം തന്നെ മെസ്സി കാല് ബാക്ക് വലിക്കുന്നുണ്ട്. ഇൻറ്റൻഷൻ ഫൗളല്ല എന്നുള്ള രീതിയിൽ ഇതാണ് സംഭവം. ലളിതമായൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എക്സസീവ് ഫോഴ്സ് അതിനകത്തില്ല. റെഡ് കാർഡ് ഒഫൻസ് ഇല്ല. യെല്ലോ കാർഡൊക്കെ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. യെല്ലോ കാർഡ് വേണമെങ്കിൽ കൊടുക്കാവുന്ന ഓഫീസിലുള്ള കംപ്ലയിൻറ്റ് ചെയ്യാനും കഴിയില്ല. അത്രയും അകത്തുള്ളൂ ശരിക്കും. ഇനി എന്താണ് എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സീരിയസ് ഫൗൾ പ്ലേ? നമുക്ക് ഈ വേൾഡ് കപ്പിൽ നടന്നു. ബ്രസീൽ കളിയിൽ ഗിമറസ് കളി തുടങ്ങിയ സമയത്ത് അഷ്റഫ് ഹക്കീമിയെ ഒരു ചവിട്ടുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് അകലിൽ നിന്ന് കയറി വന്ന് കാല് കയറ്റുന്നത്. ഇതാണ് ഒരു എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സീരിയസ് ഫൗൾ പ്ലേ. അതൊരു യെല്ലോ കാർഡ് റെഡ് കാർഡിലേക്ക് 50-50 ആണ്, വേണമെങ്കിൽ കൊടുക്കുക. പക്ഷേ റെഡ് കാർഡ് ഉണ്ടോ എന്ന് ഞാൻ അപ്പോഴും പറയില്ല. യെല്ലോ കാർഡ് നിർബന്ധമായിട്ടുണ്ട്, കൊടുത്തു എന്ന് വിചാരിക്കുന്നു. അതുപോലെ സിൽവ കോങ്കോ പ്ലെയറിനെ കാണിച്ച് നോക്കി. പോർച്ചുഗീസ് കളിയിൽ കണ്ടതാണ്. അകലിൽ നിന്ന് കറക്റ്റ് കയറി വന്ന് കാല് മുകളിലേക്ക് കയറി വന്ന് ചവിട്ടുന്നത്. ഇതൊക്കെയാണ് സാധാരണ ഫുട്ബോൾ കളി കാണുന്നവർക്ക് മനസ്സിലാവുന്ന പരിപാടിയേ ഉള്ളൂ. ഇതാണ് എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സീരിയസ് ആൻഡ് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേ ഫൗൾ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വേൾഡ് കപ്പിൽ അർജന്റീന ഫൈനൽ തോറ്റു. അത് മെസ്സിയെ പലരും പരിഹസിച്ചിരുന്നു. കോപ്പ മറ്റേ ഈ കപ്പൊക്കെ വെച്ചിട്ടൊക്കെ ചിത്രം വെച്ച് കുറേ പരിഹസിച്ചു. ആ കളിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ജർമ്മൻ കളിക്കാർ ശരിക്കും സീരിയസ് ആയിട്ടുള്ള എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ച് ഹൈ ബൂട്ട് ഉപയോഗിച്ച് നടത്തുന്ന ഫൗളാണ് കാണുന്നത്. റെഡ് കാർഡ് കൊടുക്കുന്ന സംഭവമായിരുന്നു. ഇതൊന്നും അത് കളി കഴിയുന്നു, ആ കളിയിലെ നിയമങ്ങൾ ബാധകമായിട്ട് കിടക്കുന്നു, കിട്ടുന്നു കഴിയുന്നു, റിസൾട്ട് വന്നു കഴിഞ്ഞു, ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫുട്ബോൾ പോസിറ്റീവായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചൊരു ടോക്സിക് ആവുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇതിൻ്റെ പിന്നാലെ സമയം കളയാതിരിക്കുക. ഓക്കെ, വീണ്ടും കാണാം.